ഒരാൾ അപരന്റെ ജീവനോ സ്വത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഭീഷണിയാവുന്ന അവസ്ഥയുണ്ടായാൽ ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങൾ അതിനെതിരെ നടപടി സ്വീകരിക്കും. ഇങ്ങനെ കൈക്കൊള്ളുന്ന നിയമ നടപടികൾ ഓരോ രാജ്യത്തും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഒരുവൻ അവന്റെ കാഴ്ചപ്പാടുകളും അവന്റെ വിശ്വാസങ്ങളും പിന്തുടരുന്നുവെങ്കിൽ, തൻ്റെ ശരികൾ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ, താൻ അറിഞ്ഞ ഒരു സത്യം, തനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം അവന്റെ പ്രവൃത്തിയിലും സംഭാഷണത്തിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അപരന് ദോഷമാകും? അവന്റെ ശരികൾ അവൻ ആരിലും അടിച്ചേൽപ്പിക്കാത്ത പക്ഷം അവ തനിക്ക് ചുറ്റുമുള്ളവരോട് ഷെയർ ചെയ്താൽ, അതേക്കുറിച്ച് സംസാരിച്ചാൽ അതെങ്ങനെ കുറ്റകരമാകും? വലിയൊരു ചോദ്യമാണ്. ഇനി അങ്ങനെ ഒരാൾ സത്യമെന്ന് ബോധ്യപ്പെട്ട് പങ്കുവെക്കുന്ന കാര്യം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്ന അനീതികൾ നാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ പേഷാവറിൽ നിന്ന് വരുന്ന വാർത്തകളും അത്തരത്തിൽപ്പെട്ടതാണ്. പാകിസ്ഥാനിലെ ജയിലുകളിൽ ക്രിസ്ത്യൻ ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ട തടവുകാർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ കടുത്ത പീഡനത്തിനും മനുഷ്യത്വരഹിതമായ വിവേചനത്തിനും ഇരയാകുന്നതായിട്ടാണ് റിപ്പോർട്ട്. കുറ്റം ചെയ്യപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് നീതിയാണ്. എന്നാൽ ഒരാൾ അയാളുടെ ജാതിയുടെയോ അയാൾ പിന്തുടരുന്ന വിശ്വാസങ്ങളുടെയോ പേരിൽ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് കടുത്ത അനീതിയും ക്രൂരതയുമാണ്. പാകിസ്ഥാനിലെ കത്തോലിക്ക മെത്രാൻ സമിതിക്ക് കീഴിലുള്ള ദേശീയ നീതി സമാധാന കമ്മീഷൻ NCJP 3 വർഷത്തെ പഠനത്തിനൊടുവിൽ തയ്യാറാക്കിയ ഹോപ്പ് ബിഹൈൻഡ് ബാർസ്, അഴികൾക്ക് പിന്നിലെ പ്രത്യാശ എന്ന റിപ്പോർട്ടിലാണ് ഈ ദുരവസ്ഥ തുറന്നു കാട്ടുന്നത്. തടവിലാക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കുകയും നിന്ദ്യമായ ജോലികൾ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിൽ ഏകദേശം 66,000 തടവുകാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള 128 ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചാബ് ജയിൽ വിഭാഗത്തിന്റെ കണക്കിൽ വിവിധ ജയിലുകളിലായി 1180 അമുസ്ലിം തടവുകാരുണ്ടെന്ന് പറയുമ്പോൾ, ലാഹോറിലെ കോട്ട് ലഖ്പത്ത് എന്ന ഒരൊറ്റ ജയിലിൽ മാത്രം 500-ലധികം ക്രിസ്ത്യൻ തടവുകാരുണ്ടായിരുന്നുവെന്ന് ഒരു മുൻ തടവുകാരൻ വെളിപ്പെടുത്തി. ഈ വൈരുദ്ധ്യം ന്യൂനപക്ഷ തടവുകാരുടെ യഥാർത്ഥ എണ്ണം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ എന്ന സംശയം ബലപ്പെടുത്തുകയാണ്. ജയിലുകളിലെ തിക്കും തിരക്കും, ശുദ്ധജലത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അഭാവം, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ പൊതുവായ പ്രശ്നങ്ങൾ ന്യൂനപക്ഷ തടവുകാരെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചപ്പോൾ അധികാരികളിൽ നിന്ന് കടുത്ത നിസ്സഹകരണവും നടപടിക്രമപരമായ തടസ്സങ്ങളും നേരിടേണ്ടി വന്നതായും കമ്മീഷൻ വെളിപ്പെടുത്തി. ന്യൂനപക്ഷ തടവുകാർക്കെതിരായ ഈ വ്യവസ്ഥാപരമായ വിവേചനം അവസാനിപ്പിക്കാൻ ഫെഡറൽ പ്രവിശ്യ സർക്കാരുകൾ അടിയന്തിരമായി ഇടപെടണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. രാജ്യത്ത് വ്യാജ മതനിന്ദ കേസുകളിൽപ്പെട്ട് നിരവധി ക്രൈസ്തവരാണ് തടവറയിൽ നീതി കാത്തു കഴിയുന്നത്. സഹതടവുകാരിൽ നിന്നുള്ള ഭീഷണിയും ഇവർ നേരിടുന്നുണ്ട്.